ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാർച്ച് 24 പാല് കാച്ചിയിട്ട് നമ്മൾ ഏപ്രിൽ 5 ഫംഗ്ഷൻ വെച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ അതാ ഇത് കാരണമാണ് നമ്മൾ ഒത്തിരി ലേറ്റായത്. നമ്മുടെ പുതിയ വീടിൻ്റെ ഫുൾ വ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെയുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഫർണിച്ചറൊന്നും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് പറയട്ടോ. അപ്പോൾ നമ്മുടെ TV പാനൽ നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇതാ നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയാണിത്. ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു ഇതാണ്. ഫോട്ടോസൊക്കെ ഇനി ഫിറ്റ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് 2 റൂം, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസും കബോർഡും ഒക്കെ ആയിട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുങ്ങാനൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റൂമായിരുന്നു ഇത്. പിന്നെ നമ്മൾ എല്ലാ റൂമിനും തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു അഡീഷണൽ ടോയ്ലറ്റ് നമുക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു അഡീഷണൽ ടോയ്ലറ്റും ചെയ്ത് 5 ബെഡ്റൂമിന് 6 ടോയ്ലറ്റും ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. താഴെ 3 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. അവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫർണിച്ചർ അധികം വാങ്ങേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ താഴത്തേക്ക് മാത്രമേ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ വാടകയ്ക്കോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും മുകളിലോട്ടൊന്നും ആരും കയറാത്തൊരവസ്ഥയാണ് എല്ലാ വീട്ടിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തപ്പോൾ മുകളിൽ നമുക്ക് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കാമെന്നൊരു കൺസെപ്റ്റോടു കൂടി തന്നെ ചെയ്തതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിൽ നിന്നും എൻട്രി നമുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈവൻ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കും അത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കിഡ്സിൻ്റെ റൂമാണ്. റൂമുകളെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. തീരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് വീട് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണായിട്ടാണ്. അത് അവർ ക്ലോസ്ഡ് ആക്കിയിരുന്നു. പക്ഷേ അത്യാവശ്യം നമ്മൾ റൂം വലുതായപ്പോഴത്തേക്കും കിച്ചൺ കുറച്ച് ചെറുതായിപ്പോയി. അപ്പം നമ്മൾ ക്ലോസ്ഡും കൂടി ആക്കിയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനത് ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അഴിച്ച് പണിയിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അധികം സ്പേഷ്യസ് അല്ല കേട്ടോ കിച്ചൺ, എങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടുക്കള വശത്തു നിന്ന് വെളിയിലേക്കുള്ള എൻട്രിയാണ്. നമ്മൾ ടാറ്റയുടെയാണ് കേട്ടോ ഡോറുകളെല്ലാം വെളിയിലേക്കുള്ളത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓപ്പൺ കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. അവിടെ ഒരു രാജാക്കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡൈനിങ്ങും നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് അങ്ങനെ ഒരു എൻട്രി എക്സിറ്റ് വെളിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ലൈറ്റ് അവിടെ നിന്ന് കിട്ടും. ചൂട് കാലത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. എങ്കിലും മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ലൈറ്റും ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ഇപ്പം നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നാണ് മേളിലോട്ട് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഹാളും പിന്നെ 2 റൂമുമായിട്ടാണ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ കബോർഡ് വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഹാളിൽ നിന്ന് നമ്മൾ വെളിയിലേക്കുള്ള ഒരു ഇതിൽ ഗ്ലാസ് ഇട്ടാണ് കോറിഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാ ജനലുകളും സ്ലൈഡിങ് ഡോറാണ് കേട്ടോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തുറന്നിടുമ്പോൾ ഉള്ള അസൗകര്യം അങ്ങനെയൊന്നുമില്ല. ഇനി ഭാവിയിൽ എന്താവും എന്നറിയത്തില്ല. ഇപ്പം നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലോക്കൊക്കെ ആണെങ്കിലും നല്ല സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരു റൂമാണ്. ഇവിടെയൊക്കെ നമ്മൾ അന്ന് തന്നെ നമ്മൾ കർട്ടൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് താത്തി ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ റൂമുകളിലും എല്ലായിടത്തും കർട്ടൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം വലിയ റൂമുകൾ തന്നെയാണ് കേട്ടോ മേളിലും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വേറൊരു റൂമും കൂടിയുണ്ട്. അവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. താഴത്തെ 2 റൂം പോലെ തന്നെയാണ് മേളിലും സെയിം റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ സ്പേസ് നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസിലോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ സ്പേഷ്യസ് ആണ്. ഭാവിയിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് താഴേന്ന് നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പുറത്ത് റൂമിൽ നിന്നും ഹാള് വഴിയും ഒരു എൻട്രൻസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 2 ഫാമിലി ആയാൽ പോലും സുഖമായിട്ട് നമുക്ക് നമ്മുടേതായ പ്രൈവസിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടെറസും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഓരോന്ന് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഇത് നമ്മൾ ഡൈനിങ്ങിലേക്കുള്ള നമ്മുടെ ആക്സസ്സാണ് ഈ കാണുന്നത്. കയറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ വേറെ ഉള്ള എക്സിറ്റാണ്. ഇത് വെളിയിലോട്ട് നമുക്കുള്ള എക്സിറ്റ് ഇതാണ്. നമ്മൾ കയറി വന്ന് തന്നെ സെയിം എക്സിറ്റ് നമുക്ക്, പക്ഷേ നമ്മൾ മുകളിലേക്ക് മറ്റൊരു എൻട്രൻസും വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീട്ടിൽ നമ്മൾ വിഷുവും കൂടി ആഘോഷിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പം എന്താ പറയുക, നല്ലൊരു അടിപൊളി വെക്കേഷൻ കാലമായിരുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ ഏപ്രിൽ ലാസ്റ്റ് നമ്മളിങ്ങനെ പോന്നു. അപ്പോൾ അതുവരെ നല്ല ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. അപ്പം നമ്മൾ വിഷു ആഘോഷിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.